വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും നിരവധി അനാചാരങ്ങളുടെ ഈറ്റില്ലം കൂടിയായി മാറുകയാണ് ശബരിമല. ആചാരങ്ങളെന്ന പേരിൽ നിരവധി അനാചാരങ്ങളാണ് ഭക്തർ ശബരിമലയിൽ ആചരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തതയാണ് ശബരിമല എന്ന മഹാക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. ഇവയിൽ പലതും മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാകാത്തതുമാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആചാരങ്ങളെക്കാൾ കൂടുതൽ അനാചാരങ്ങൾക്കാണ് മല ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർ പ്രാധാന്യം നൽകുന്നത്. ഇതിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാന തീർത്ഥാടകരാണെന്നതാണ് ശ്രദ്ധേയം. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴി പലയിടത്തായി ഇത്തരത്തിൽ കല്ലുകൾ കൂട്ടിവെക്കുന്നതാണ് അതിൽ പ്രധാനം. പണ്ട് സന്നിധാനത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ഡ്രൈവർമാർ എത്ര ട്രിപ്പ് ഓടിയെന്നറിയാൻ കല്ലുകൾ കൂട്ടിവെച്ചിരുന്നതാണ് ഇന്ന് പ്രധാന ആചാരമായി മാറിയിരിക്കുന്നത്. ഇതിനു പുറമെ ഭസ്മം നിറച്ച പാത്രത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് നടക്കുന്നതും മാളികപ്പുറം ക്ഷേത്രമുറ്റത്ത് തേങ്ങ ഉരുട്ടുന്നതും ഇക്കൂട്ടത്തിൽപ്പെടും. ഇതും പോരാഞ്ഞിട്ട് തീർത്ഥാടകർ മാളികപ്പുറം ക്ഷേത്ര ശ്രീകോവിലിന് മുകളിലേക്ക് തുണിക്കഷ്ണങ്ങൾ എറിഞ്ഞും നാഗക്ഷേത്രത്തിലെ ചിത്രകൂടങ്ങൾക്ക് മുകളിൽ മഞ്ഞപ്പൊടി തൂകിയും പുതിയ ആചാര രീതികൾ ശബരിമലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാണുന്നവർ ആചാരമാണെന്ന് കരുതി പിന്നീട് ഇത് പിന്തുടരുകയും ചെയ്യുന്നു. ഇത്തരം ആചാരങ്ങൾ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമല്ലെന്നും ഇവ നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നുമാണ് മേൽശാന്തിയുടെ പോലും അഭിപ്രായം. അർച്ചനകളെന്നല്ലാതെ മറ്റുള്ളതായിട്ട് ചടങ്ങ് അങ്ങനെ ഒരു ചടങ്ങില്ല. അതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്തു പോരുന്നു ഒരു അങ്ങനെ കണ്ടുവരുന്നത് അത് നിഷേധാത്മകമാണ് ശരിക്കും. പക്ഷേ ഇതിന് പ്രധാന പങ്ക് വഹിക്കേണ്ട ഗുരുസ്വാമിമാർ പോലും ഇത്തരം അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇത്തരം അനാചാരങ്ങളെ പുറത്താക്കാൻ സാധിക്കൂ. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.